ദൈവത്തിന് മഹത്വം. ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം അതിന്റെ 42-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു: ഇങ്ങനെ യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. ഇവിടെ ഇയ്യോബിനെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വളരെയധികം പരിശോധനയിലൂടെ കടന്നുപോയതായ ഒരു വ്യക്തിയാണല്ലോ ഇയ്യോബ്. അവന്റെ 10 മക്കൾ ഒറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെടുന്നു. അവന്റെ ആടുമാടുകള്, ഒട്ടകങ്ങള്, മറ്റ് മൃഗസമ്പത്തുകളെല്ലാം ഓരോ രാത്രിയിൽ നഷ്ടപ്പെടുന്ന അനുഭവങ്ങള് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇയ്യോബിന്റെ ശരീരം തന്നെ തകർന്ന് അവൻ വല്ലാതെ ഭാരപ്പെട്ട് സകലതും നഷ്ടപ്പെട്ടവനായി കഴിയുന്ന ഇയ്യോബിന്റെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ആ പരിശോധനകളെല്ലാം തരണം താണ്ടി ഇയ്യോബ് താന് വിജയിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് പറഞ്ഞതായ ഒരു വാക്യാംശമാണ്: ഇങ്ങനെ യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. നാം തുടർന്ന് കീഴ്പോട്ട് വായിക്കുമ്പോൾ അവൻ എന്തെല്ലാം നഷ്ടപ്പെട്ടുവോ അതെല്ലാം ദൈവം ഇരട്ടിയായി കൊടുത്തു. അവന്റെ മൃഗസമ്പത്തുകളെല്ലാം ദൈവം ഇരട്ടിയായി കൊടുത്തു. അതേപോലെ ആരോഗ്യമെല്ലാം ദൈവം പുതുക്കി കൊടുത്തു. ഇതൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. 10 മക്കൾ ഇവിടെ നഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും ദൈവം 10 മക്കളെ ഭൂമിയിൽ കൊടുത്തു. ആ മറ്റ് 10 മക്കളെ ദൈവം സ്വർഗത്തിലും നൽകുവാനായിട്ടൊക്കെ ഇടയായി. അങ്ങനെ എല്ലാ നിലകളിലും അതെല്ലാം ഇരട്ടിയായി തനിക്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ നാം അല്ലെങ്കിൽ ഇയ്യോബിന്റെ ജീവിതത്തെ മുൻകാലത്തേക്കാൾ അധികം ആ ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ ആ ഇരട്ടി അനുഗ്രഹം കിട്ടിയത് കൊണ്ടല്ല ഇയ്യോബ് ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ചിലപ്പോൾ ലോകത്തും മനുഷ്യൻ ഒത്തിരിയൊക്കെ അനുഗ്രഹങ്ങൾ വാരിക്കൂട്ടാറുണ്ടല്ലോ. എന്നാൽ അതിനേക്കാൾ എല്ലാം ഉപരിയായി ദൈവത്തിന്റെ സർവാധികാരത്തിന് കീഴ്പ്പെടുവാനായിട്ട് ഇയ്യോബിന് കഴിഞ്ഞു. അതായിരുന്നു അവന്റെ അനുഗ്രഹം. അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ സർവാധികാരം ചോദ്യം ചെയ്യാതെ വണ്ണം ഇയ്യോബ് പറയുന്നു, ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നമ്മൾ നന്മ അനുഭവിച്ചിട്ടില്ലയോ? ദൈവം അനുവദിക്കുന്ന തിന്മയും അനുഭവിച്ചുകൂടെയോ എന്ന് ചോദിച്ചുകൊണ്ട് താന് ദൈവത്തിന്റെ സർവാധികാരത്തിന് കീഴ്പ്പെടുവാനായിട്ട് കഴിഞ്ഞതാണ് ഇയ്യോബിന്റെ ജീവിതത്തിലെ അനുഗ്രഹം. അല്ലാതെ കുറെ നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായിട്ട് കിട്ടിയതല്ല. അത് ലോക സഹജമാണ്. ചിലപ്പോൾ ചിലർക്ക് ചില കാലങ്ങളിൽ പലതും നഷ്ടപ്പെട്ടെന്ന് വരാം, പിന്നീട് പലതും അവര് നേടിയെന്ന് വരാം. പക്ഷേ അതൊന്നുമല്ല നിത്യമായിട്ട് നിലനിൽക്കുന്നത്. മുൻകാലത്ത് ഒരു വിശ്വാസമായിട്ടാണ് ഇയ്യോബ് ദൈവത്തെ അറിഞ്ഞത് എങ്കിൽ ഇപ്പോൾ താൻ ദൈവത്തെ ഒരു യാഥാർത്ഥ്യമായിട്ട് അടുത്തറിയുവാനായിട്ട് ഇടയായി തീർന്നു. അല്ലെങ്കിൽ ദൈവം ആരാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ സർവാധികാരം എന്താണ് എന്ന് ചോദ്യം ചെയ്യാതെ വണ്ണം ഇയ്യോബിന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്നതാണ്. അതേ പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ ചിലപ്പോൾ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ദൈവത്തെ അറിയുന്ന ഒരനുഭവമല്ല, അതെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ചില ഭൗതികമായ ഉന്നമനങ്ങൾ വേണം, ഉയർച്ചകൾ വേണം. ഇതൊക്കെ ലോകമനുഷ്യരും ആത്മീയ മനുഷ്യരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ചിലപ്പോൾ ആത്മീയ കാര്യങ്ങളും നമ്മൾ വളരെയധികം ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്.
ഒരു ദൈവദാസനാണെങ്കിൽ സഭയിൽ വിശ്വാസികൾ ധാരാളം കടന്നു വരണം, സഭ അനുഗ്രഹിക്കപ്പെടണം. ഇതൊക്കെ വിശ്വാസഗോളത്തിലും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതിലും അപ്പുറമായിട്ട് ദൈവത്തിന്റെ സർവാധികാരത്തിന് കീഴ്പ്പെട്ടു കൊടുക്കുവാൻ ചിലപ്പോൾ പരിശോധനകൾ വരുമ്പോൾ പിറുപിറുക്കാതെ വണ്ണം, അവിശ്വസിക്കാതെ വണ്ണം, ഈ ലോകത്തിലെ നന്മയേക്കാൾ എല്ലാം ഉപരിയായിട്ട് ദൈവം ആരെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നിത്യത എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. അത് ഇയ്യോബിന് തന്റെ ആ കഷ്ടതയ്ക്ക് ശേഷമായിട്ട് പൂർണ്ണമായി മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അതാണ് പിന്നീട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇങ്ങനെ യഹോവ യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തെക്കാൾ അധികം അനുഗ്രഹിച്ചു. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം കർത്താവിനോട് എന്തെല്ലാം വന്നാലും പറ്റി നിൽക്കുന്നതാകുന്ന അനുഭവം, ദൈവത്തെ ദൈവമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണമായി പറ്റി നിൽക്കുന്നതായ ഒരനുഭവമാണ് നമുക്കുണ്ടാകേണ്ടത്. അതാണ് യഥാർത്ഥമായ അനുഗ്രഹം. അതെ, അതിനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ഉയർത്തട്ടെ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. അന്ത്യകാലം വന്നെടുത്തേ പെന്തക്കോസ്തിൻ ജ്വാലയാണേ, അന്ത്യകാലം വന്നെടുത്തേ പെന്തക്കോസ്തിൻ ജ്വാലയാണേ. ചന്തമോടെ സേവ ചെയ്താൽ സ്വന്ത നാട്ടിൽ പോയിടാമേ, ചന്തമോടെ സേവ ചെയ്താൽ സ്വന്ത നാട്ടിൽ പോയിടാമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. അബ്രഹാം, ഇസാക്ക്, യാക്കോബ് എന്ന വിശുദ്ധർ എത്ര നാളായി പാർത്തലം വിട്ടു. അബ്രഹാം, ഇസാക്ക്, യാക്കോബ് എന്ന വിശുദ്ധർ എത്ര നാളായി പാർത്തലം വിട്ടു. കാത്തു കാത്തു നിന്നിടുന്ന സോദരാ നീ ഓർത്തിടുക, കാത്തു കാത്തു നിന്നിടുന്ന സോദരാ നീ ഓർത്തിടുക. പൂർത്തിയായി നിൻ വേല തീർത്തു പാർത്തലം വെടിഞ്ഞു പോകാം, പൂർത്തിയായി നിൻ വേല തീർത്തു പാർത്തലം വെടിഞ്ഞു പോകാം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. ഉന്നത വിളിക്കു യോഗ്യരെ, വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ. ഉന്നത വിളിക്കു യോഗ്യരെ, വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ. മന്നിടത്തിൽ നിന്നെ ഓർത്തു ഉന്നതം വെടിഞ്ഞു വന്ന്, മഞ്ഞിടത്തിൽ നിന്നെ ഓർത്തു ഉന്നതം വെടിഞ്ഞു വന്ന്. നന്ദനന്റെ വന്യപാദം എന്നും ഒന്നായി വന്നിച്ചിടാം, നന്ദനന്റെ വന്യപാദമെന്നും ഒന്നായി വന്നിച്ചിടാം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ.